ഹലോ, അതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടാവുക കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു അടിപൊളി പേഴ്സ് ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ടൈമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സും പിന്നെ ഒരു ഗ്ലിറ്റർ പേപ്പറും തന്നെ മതിയാവും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് എടുത്തതിന് ശേഷം ഗ്ലിറ്റർ പേപ്പറിൽ അതിൻ്റെ സൈഡ് അളവൊന്നെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ പേപ്പർ ഒന്നുള്ളത് കൊണ്ടും പിന്നെ ബ്ലാക്ക് മാത്രമാകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പുറവും പിന്നെ മറ്റേ പുറത്തിൻ്റെ പകുതി വരെ ഞാൻ ബ്ലാക്ക് ഒട്ടിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി ഭാഗം കവർ ചെയ്തിട്ട് ഞാൻ റെഡ് പേപ്പർ വെച്ചിട്ടാണ്. ബ്ലാക്കും റെഡ് ആകുമ്പോൾ ഒരു ഭംഗിക്കില്ലേ. എന്നിട്ട് നമ്മുടെ പേഴ്സിൻ്റെ രണ്ട് പുറവും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പേഴ്സിൻ്റെ ഇതൊക്കെ തോന്നണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ റെഡ് പേപ്പറിൻ്റെ തലപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ ഞാൻ അതിൻ്റെ നടുവിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ചുറ്റും കളറായിട്ടുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മീതെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അപ്പോൾ നടുവിൽ മിററൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേഴ്സിൻ്റെ രണ്ട് ഭാഗത്തും വീണ്ടും കുറച്ച് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ രസമില്ലേ. എൻ്റെ അടുത്ത് രണ്ട് ചോപ്പ് പൈപ്പ് ക്ലീനർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും വെച്ച് നോക്കുമ്പോൾ പേഴ്സിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിലേത് വെക്കും എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ചുറ്റി സെറ്റാക്കിയിട്ട് പേഴ്സിൽ വെച്ച് കൊടുക്കാമെന്ന്. ഇനി പേഴ്സിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കത്രിക കൊണ്ടൊരു ചെറിയ ഓട്ടം ഉണ്ടാക്കുക. കത്രിക കൊണ്ട് ഇങ്ങനെ ഓട്ടം ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് കൈ വെക്കുമ്പോൾ ചിലപ്പോൾ കൈയുമ്പോൾ കുത്തി നിൽക്ക് വരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. എന്നിട്ട് ഓട്ടം ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പൈപ്പ് ക്ലീനർ അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മുടെ പേഴ്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ നടുവിലൊന്ന് ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് പ്രോഡക്ട്സോ മറ്റെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ പേഴ്സ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പേഴ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.